ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. NK Lights-ന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് എന്താ നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ പ്രിവ്യൂവിൽ കണ്ടതുപോലുള്ള ആ ഒരു എഫക്റ്റ് നമുക്ക് എങ്ങനെ നമ്മുടെ വീഡിയോയിലോട്ട് കൊണ്ടുവരാം എന്നുള്ളതാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ലൈറ്റ് മോഷൻ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഒരു എഫക്റ്റ് നമ്മുടെ വീഡിയോയിലോട്ട് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് നോക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ അലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്തിട്ട് ഇതുപോലൊരു പ്രൊജക്റ്റ് ഇവിടെ ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതൊരു ഇമേജ് ആണ് ഏതൊരു വീഡിയോ ആണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളത് ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം നിങ്ങൾ ഈ ഒരു ലെയർ സെലക്ട് ചെയ്യുക. ശേഷം ഇവിടെ എഫക്റ്റ് പോവുക, ആഡ് എഫക്റ്റ് പോവുക, ഡിസ്റ്റോർഷൻ ആൻഡ് വാർപ്പിൽ പോയിട്ട് ടൈൽസ് എഫക്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം ഇതിൽ മിറർ വന്ന് എനേബിൾ ചെയ്ത് കൊടുക്കാം. ശേഷം ബാക്ക് വരാം. ഓക്കെ, അപ്പോൾ നമ്മൾ അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ശേഷം നമ്മൾ വീണ്ടും ആഡ് എഫക്റ്റ് പോവുക. നമ്മളിവിടെ കളർ ആൻഡ് ലൈറ്റ് പോയിട്ട് എക്സ്പ്ലോഷർ ആൻഡ് ഗാമ സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമ്മൾ ഇതിലേക്ക് രണ്ട് കീ ഫ്രെയിം ആഡ് ചെയ്യണം. ഫസ്റ്റ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. ശേഷം അതിൻ്റെ വാല്യൂ നമ്മളൊന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. ഒരു 0.50 ഒക്കെ സെറ്റ് ചെയ്യുക. ശേഷം നിങ്ങൾ ഈ ഒരു ഭാഗത്തായിട്ട് വന്നിട്ട് അടുത്തൊരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. ഓക്കെ, അതിൻ്റെ വാല്യൂ ഒരു 1 ഒക്കെ ആക്കി സെറ്റ് ചെയ്യുക. ഓക്കെ, ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളിവിടെ എൻഡിലേക്ക് വരാം. ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് വരാം. ഇവിടെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. ഈ ഒരു കീ ഫ്രെയിമിൻ്റെ വാല്യൂ നമ്മൾ 0 ആക്കി കൊടുക്കുക. ശേഷം ഇവിടെ എൻഡിലായിട്ട് വന്ന ഒരു കീ ഫ്രെയിം ആഡ് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂ -1.50 ആ ഒരു റേഞ്ച് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഈ ഒരു റേഞ്ചിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ചൊന്നും ഇങ്ങോട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഇതുപോലെ നമ്മളിപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ഇപ്പോൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിൽ 4 കീ ഫ്രെയിമാണ് ആഡ് ചെയ്യേണ്ടത്. ഇതുപോലെ തന്നെ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ വീണ്ടും ആഡ് എഫക്റ്റ് പോവുക. ആഡ് എഫക്റ്റ് പോയിട്ട് കളർ ആൻഡ് ലൈറ്റ് പോയിട്ട് നമ്മളിവിടെ താഴേക്ക് വന്നാൽ സാച്ചുറേഷൻ ആൻഡ് വൈബ്രൻസ് എന്ന് പറഞ്ഞൊരു എഫക്റ്റ് നമുക്ക് കാണാൻ സാധിക്കും. അത് ആഡ് ചെയ്യാം. ശേഷം ഇതിൽ നമ്മൾ 2 കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കുക. സാച്ചുറേഷനിൽ 2 കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് ഒരു കീ ഫ്രെയിം, എൻഡിലൊരു കീ ഫ്രെയിം. ഇവിടെ എൻഡിലുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ നമ്മളൊന്ന് മൈനസ് ചെയ്ത് കൊടുക്കുക. ഒരു -95.0 ആ ഒരു റേഞ്ചിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. ശേഷം കീ ഫ്രെയിം ഫസ്റ്റിലേക്കും എൻഡിലേക്കൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ 2 കീ ഫ്രെയിമിൻ്റെ ഇടയിലായിട്ട് ഒരു കർവ് അപ്ലൈ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഈ ഒരു കർവ് നിങ്ങൾ അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഈ ഒരു കർവ് അപ്ലൈ ചെയ്യുക. ശേഷം ഈ ഒരു കർവ് വന്ന് കോപ്പി ചെയ്യുക. ഓക്കെ, ശേഷം ബാക്ക് വരാം. അപ്പോൾ നമ്മൾ ഇത്രയും സെറ്റ് ചെയ്തു. ഇനി നമുക്ക് എന്താ സെറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇതിലേക്ക് ഒരു ബ്ലറും കൂടി ആഡ് ചെയ്യണം. ഓക്കെ, അത് ഓപ്ഷനിലായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. ഞാൻ ഇപ്പോൾ ഇതൊന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് ആ ഒരു എഫക്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഓപ്ഷനിലായിട്ടുള്ള ഒരു കാര്യമാണ് ഒരു ബ്ലർ ആഡ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു ബ്ലറും കൂടി ഞാൻ ആഡ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ അതിനുവേണ്ടി ആഡ് എഫക്റ്റ് പോവുക. ബ്ലറ് പോയിട്ട് നമ്മളിവിടെ ഈ ഒരു ലെൻസ് ബ്ലർ സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ശേഷം നമ്മളിവിടെ റേഡിയസ് വന്ന് നമ്മളൊന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. ഒരു 0.450 ആ ഒരു റേഞ്ചിലൊക്കെ സെറ്റ് ചെയ്യുക. ശേഷം സ്ട്രെങ്ത്തിൽ വരാം. സ്ട്രെങ്ത്തിൽ വന്നിട്ട് നമ്മൾ 2 കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് ഒരു കീ ഫ്രെയിം, എൻഡിലൊരു കീ ഫ്രെയിം. ഓക്കെ, ശേഷം ഇവിടെ ഫസ്റ്റുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ നമ്മൾ ഫുള്ളാക്കി ഇട്ട് കൊടുക്കുക. എൻഡിലുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ നമ്മളൊരു 0 ആക്കുന്നില്ല, ഒരു 0.1 ഒക്കെ സെറ്റ് ചെയ്യുക. ഓക്കെ, ശേഷം കീ ഫ്രെയിം ഫസ്റ്റിലേക്കും എൻഡിലേക്ക് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ 2 കീ ഫ്രെയിമിൻ്റെ ഇടയിലായിട്ട് വന്നിട്ട് നേരത്തെ കോപ്പി ചെയ്ത് വെച്ചാൽ ആ ഒരു കേവ് ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയതാ. കണ്ടില്ലേ, ഇതുപോലെ ആ ഒരു ബ്ലറും കൂടി നമുക്ക് അവിടെ വന്നിട്ടുണ്ട്. ഈ ഒരു ബ്ലർ എന്ന് പറയുന്ന ഓപ്ഷനിലായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. നിങ്ങളെ വീഡിയോക്ക് ഷൂട്ട് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്യുക, ഇല്ലെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്യേണ്ട. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മൾ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയ എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോസിലൊക്കെ ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കാൻ വേണ്ടി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ